Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പം നമ്മുടെ ഗോകുവിനെ കാണിക്കുകയാണ്. വലിയ പോരാട്ടത്തിനും ഭൂവായിട്ടുള്ള യുദ്ധത്തിനും എല്ലാം ശേഷം ഇപ്പോൾ ഒരു ഗൃഹസ്ഥനായി വീട്ടിലെ കാര്യങ്ങൾ നോക്കി അവനങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്. ഗോകു ആണെങ്കിൽ ഇപ്പോൾ ചീച്ചി പറഞ്ഞതനുസരിച്ച് അവരുടെ വലിയ സ്ഥലത്ത് കൃഷി ചെയ്യുകയാണ്. ട്രാക്ടറിൽ കൃഷി ചെയ്യാനുള്ള സ്ഥലം അതൊരുക്കുന്നതിനിടയിൽ വലിയൊരു മരത്തടി അത് അവരുടെ വണ്ടിയിൽ അങ്ങനെ സ്റ്റക്കാവും. ഗോകു ആണെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് പറിച്ചെടുക്കാൻ ശ്രമിക്കും. പക്ഷെ അത് ഭയങ്കര ബലമുള്ള മരത്തടിയാണ്, അവനെ കൊണ്ട് എടുക്കാനായിട്ട് കഴിയില്ല. ഗോകു ആണെങ്കിൽ അതിനെ നോക്കി ചിരിച്ച് അതിന്റെ പവർ എടുക്കും. നീയും വെജിറ്റയെ പോലെ തന്നെയാണ്, അത്ര പെട്ടെന്ന് നിങ്ങളൊന്നും പുറത്തേക്ക് വരില്ല എന്ന് പറഞ്ഞ് ആ മരം അങ്ങനെ പിഴുതെടുത്ത് ദൂരേക്ക് കളയും. അപ്പോഴായിരിക്കും അവന്റെ ഇളയ മകൻ ഗോട്ടൻ അവിടേക്ക് വരിക. പപ്പ, അങ്ങേക്കുള്ള ഫുഡുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണെന്ന് പറയും. ഗോട്ടനെ കണ്ട് ഗോകുവിന് ഭയങ്കര സന്തോഷം. അതിരിക്കട്ടെ, നിനക്കിന്ന് ക്ലാസ് ഇല്ലേ എന്ന് ഗോകു ചോദിക്കും. ഗോട്ടനാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. ഇന്ന് സൺഡേ ആണെന്നുള്ള കാര്യം പപ്പ മറന്നുപോയോ? ഗോകു ആണെങ്കിൽ തലയൊക്കെ ചൊറിഞ്ഞ് ചിരിക്കും. ഞാൻ ഫുൾ ഡേ ഇവിടെ ജോലി ചെയ്യായതുകൊണ്ട് തന്നെ സൺഡേ ഏതാ മൺഡേ ഏതാ എന്നൊന്നും തന്നെ എനിക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം, ഈ ലഞ്ച് കഴിക്കാം, അതുവരെ ഈ ട്രാക്ടർ നീ ഒന്ന് ഡ്രൈവ് ചെയ്യാമോ എന്ന് ചോദിക്കും. അതിന് ഗോട്ടനാണെങ്കിൽ ഓക്കെ പറഞ്ഞ് ഇപ്പൊ ട്രാക്ടർ ഡ്രൈവ് ചെയ്യാണ്. ആ ഗ്യാപ്പിൽ നമ്മുടെ ഗോകു അവന്റെ ലഞ്ച് ബോക്സ് തുറക്കും. അതില് വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ്. ഗോകു ആണെങ്കിൽ ഫുൾ ആക്രാന്തത്തില് അതങ്ങനെ വാരി വലിച്ചു തിന്നും. അതേസമയം ഗോട്ടനും ഇടയ്ക്ക് വന്ന് പപ്പയെ സഹായിക്കും. പിന്നീട് ട്രാക്ടർ ഓടിക്കും. ഇപ്പൊ സമയത്തിനുള്ളിൽ ഫുഡൊക്കെ കഴിച്ചു തീർത്ത ഗോകു ആണെങ്കിൽ ഒരേമ്പക്കൊക്കെ വിട്ട് ഇപ്പൊ സൂപ്പർ സയൻ പവറിലേക്ക് പോയി അങ്ങനെ ഹാപ്പി ആയിട്ട് ട്രെയിനിങ് എടുക്കുകയാണ്. ഗോട്ടൻ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ ട്രെയിനിങ് എടുക്കുന്നത് തിരിഞ്ഞു നോക്കി ട്രാക്ടർ ഓടിച്ച് ആബ്സെന്റ് മൈൻഡിൽ ഇപ്പൊ ആ ട്രാക്ടർ ആണെങ്കിൽ ഒരു കൊക്കയിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. ഗോട്ടൻ ആണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിക്കും. അത് കേട്ട് ഗോകു ആണെങ്കിൽ അവിടേക്ക് പറന്നു വരികയാണ്. ട്രാക്ടറും ഗോട്ടനും നിലത്ത് പതിക്കുന്നതിന് തൊട്ട് മുൻപ് ഗോകു ആണെങ്കിൽ ട്രാക്ടറിനെയും ഗോട്ടനെ ഉയർത്തിക്കൊണ്ടുവരും. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ, കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം ഡ്രൈവ് ചെയ്യാനെന്ന്. ട്രെയിനിങ് എടുക്കുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും ഒക്കെ കോൺസെൻട്രേഷനും പ്രാക്ടീസും ആവശ്യമാണ്. ആയിട്ട് ഗോട്ടൻ, നീ ഒട്ടും തന്നെ ട്രെയിൻ ചെയ്യാനോ പ്രാക്ടീസ് ചെയ്യാനോ തയ്യാറാവുന്നില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ നിനക്കത് വലിയ ദോഷമായിട്ട് മാറും. മാജിക് ബൂവിനെ പോലെ ഒരുപാട് ദുഷ്ടന്മാർ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് അവരെ തോൽപ്പിക്കാനാവില്ല. നിങ്ങളും കൂടെ പവർഫുള്ളായി മാറിയാൽ മാത്രമേ അവറ്റകളെ പോലുള്ള പവർഫുള്ളായ വില്ലന്മാരെ നമുക്ക് തോൽപ്പിക്കാനായിട്ട് കഴിയുമെന്ന് പറയും. എനിക്ക് വലിയ ആഗ്രഹമാണ് കിങ് കായുടെ വേൾഡിൽ പോയി ട്രെയിനിങ് ചെയ്യാൻ. പക്ഷെ നിന്റെ അമ്മ അതിനെ അനുവദിക്കില്ല. വീടിന് വേണ്ടി പണം ഉണ്ടാക്കാനും കഷ്ടപ്പെടാനും പറഞ്ഞ് അവൾ എനിക്ക് സൗകര്യം തരാറില്ല എന്ന് പറഞ്ഞ് അവളെ ഓർത്ത് ചിരിക്കും. അതിന് ഗോട്ടനാണെങ്കിൽ അവന്റെ പപ്പ ഗോകുവിനോട് പറയും, അമ്മ പറഞ്ഞത് സത്യമാണ്. ഗ്രാൻഡ്പയുടെ സ്വത്തുക്കളെല്ലാം ഓൾമോസ്റ്റ് തീർന്നു പോയിരിക്കുകയാണ്. നമ്മൾ ജോലി ചെയ്ത് പണം സമ്പാദിച്ചേ പറ്റൂ. ഗോകു അത് കേട്ട് ചിരിക്കും. പക്ഷേ ഞാൻ ഇവിടേക്ക് വന്ന് രഹസ്യമായിട്ട് ട്രെയിനിങ് എടുക്കാറുണ്ട്, അതാരും തന്നെ കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്ന് പറയും. ഗോട്ടനാണെങ്കിൽ അത് കേട്ടിരിക്കും. അതെ, ഇവിടേക്ക് വന്ന അതാർക്കും മനസ്സിലാവില്ല എന്ന് പറയും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് അവൻ ട്രെയിനിങ് എടുത്ത ആ സ്ഥലം അത് കാണിക്കുകയാണ്. കട്ട് ചെയ്ത ഇപ്പൊ മറ്റേതോ ഒരു വലിയ ഗ്രഹം കാണിക്കും. അവിടേക്ക് ഒരു വില്ലനും അവന്റെ അസിസ്റ്റന്റും കടന്നു വരും. ആ വില്ലനെ പ്രീതിപ്പെടുത്താനായിട്ട് അവിടെയുള്ള കിങ് കുക്കുകളെയൊക്കെ ഉപയോഗിച്ച് വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ അവർക്ക് സെർവ് ചെയ്യുകയാണ്. ഒരു മോൺസ്റ്റർ വില്ലൻ ഇപ്പൊ ആ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവരോട് പറയും, ഇതൊരു ആവറേജ് ഫുഡ് മാത്രമായിരുന്നു, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പകുതി ഗ്രഹം ഞാൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് പകുതി ഗ്രഹം നശിപ്പിച്ചു കളയാണ്. ഇവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത വീണ്ടും ഭൂമി കാണിക്കും. സെയ്റ്റാനോട് ഒരുപാട് മാധ്യമ പ്രവർത്തകർ പല ചോദ്യങ്ങളും ചോദിക്കുകയാണ്. അവരുടെ ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടിയായി ഇപ്പൊ സെയ്റ്റാൻ ആണെങ്കിൽ അവരോട് പറയും, സത്യത്തിൽ ഇപ്പോൾ ഈ ലോകം വളരെ സമാധാനത്തിലാണ്. ലോകത്തിന്റെ നാനാഭാഗത്തുള്ളവര് എന്റെ പവർ എന്താണെന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഭൂമിയുടെ യാതൊരു കോണിലും ഇപ്പൊ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ സമാധാനത്തിൽ മുൻപോട്ടേക്ക് പോകുന്നത്. എന്റെ ശക്തി അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേന്ന് ചോദിച്ച് ഇപ്പൊ സെയ്റ്റാൻ ആണെങ്കിൽ വമ്പൻ ആക്ഷനും പോസും ഒക്കെ കാണിക്കാനായിട്ട് തുടങ്ങും. അതേസമയം ഇപ്പൊ മാജിക് ബൂ ആണെങ്കിൽ ഡോർ തുറന്ന് പുറത്തേക്ക് വരികയാണ്. സെയ്റ്റാൻ, എന്റെ ചോക്ലേറ്റ് ഫുഡും ഒക്കെ തീർന്നു, എനിക്ക് എത്രയും വേഗം ചോക്ലേറ്റ് തരാനായിട്ട് പറയും. സെയ്റ്റാൻ ആണെങ്കിൽ ഭയന്ന് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും ബൂ ആണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കി ഇപ്പോ ഇറ്റാനോട് തന്നെ ദേഷ്യപ്പെടുകയാണ്. സെയ്റ്റാൻ അവനെ കണ്ട് ഭയപ്പെടുന്ന കണ്ട റിപ്പോർട്ടേഴ്സും ക്യാമറാമാൻമാരും എല്ലാവരും വണ്ടറടിക്കും. അദ്ദേഹം പുറത്തെ ടെററാണെങ്കിലും ആ പയ്യന്റെ മുൻപിൽ അദ്ദേഹം പേടിക്കുകയാണ്. ഉണ്ടപ്പം പയ്യൻ അവൻ ആരാണെന്നൊക്കെ പരസ്പരം ചോദിക്കും. ഇറ്റാനാണെങ്കിൽ വമ്പൻ ആറ്റിറ്റ്യൂഡിൽ ഇപ്പൊ അവരോട് പറയും, എനിക്കിവനെ പേടിയൊന്നുമില്ല, ഇവൻ മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വന്ന ഒരു ഏലിയനാണ്. ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിനക്ക് ചോക്ലേറ്റ് ഒക്കെ ഞാൻ പിന്നെ തരാമെന്ന് പറഞ്ഞ് സെയ്റ്റാനാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവനെ അകത്തേക്ക് പറഞ്ഞയക്കും. പിന്നീട് നൈസായിട്ട് അദ്ദേഹവും അകത്തേക്ക് വന്ന് അവനെ സമാധാനിപ്പിക്കുകയാണ്. നീ എന്നോട് ദേഷ്യപ്പെടരുത്, പിണങ്ങരുത്. അങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ ചെയ്തു തരാം, മസാജ് ചെയ്തു തരാം, ചോക്ലേറ്റ് തരാം, ഫുഡ് ഉണ്ടാക്കി തരാം,
പക്ഷെ നീ എന്നോട് പിണങ്ങാനോ ദേഷ്യപ്പെടാനോ പാടില്ല എന്ന് പറയും. പൂവാണെങ്കിൽ എനിക്ക് ചോക്ലേറ്റ് വേണമെന്ന് പറയും. അടുത്ത നിമിഷം അവനൊരു ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ചോക്ലേറ്റ്സ് എല്ലാം കൂടെ സെയ്റ്റാന്റെ ദേഹത്തേക്ക് ഒന്ന് വീഴുകയാണ്. കട്ട് ചെയ്ത ഗൊഹാനെയും വിടലിനെയും കാണിക്കും. ഗൊഹാനാണെങ്കിൽ എന്നോട് താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്. ഈ ബുക്കിന് വേണ്ടി ഞാൻ ഒരുപാട് അലഞ്ഞു നടന്നു. ഇപ്പൊ നീ ആയിട്ട് എന്നെ കഷ്ടപ്പെട്ട് ഇതെനിക്ക് കൊണ്ടുവന്ന് തന്നു. അതിനവള് പറയും, ഞാനിത് പുതിയതായിട്ട് നിനക്ക് വേണ്ടി മേടിച്ചതാണ്. നിന്നെ പോലെ നന്നായിട്ട് പഠിക്കുന്ന ഒരാള് എന്നോടൊപ്പം ഉള്ളത് എനിക്ക് അഭിമാനമാണെന്ന് പറഞ്ഞ് അങ്ങനെ നടന്നു പോവാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് പിക്കലോ അവനാണെങ്കിൽ ഗൊഹാനെ വിടലിനെ നോക്കി നിൽക്കും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കോട്ടൺ ആണെങ്കിൽ ഇപ്പൊ ട്രങ്ക്സിനടുത്തേക്ക് വരികയാണ്. കോട്ടൺ ട്രങ്ക്സിനോട് പറയും, എനിക്ക് എൻ്റെ ബ്രദറിന് ഒരു റിങ് വാങ്ങിക്കൊടുക്കണം. ബ്രദറിന് മാത്രമല്ല, മാരേജ് ചെയ്യാൻ പോകുന്ന വിടലിനും ഒരു റിങ് വാങ്ങിക്കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ മാരേജ് അത് അടുത്ത് വരികയാണ്. സോ എൻ്റെ വക ഒരു ഗിഫ്റ്റ്. അത് കേട്ട് ട്രങ്ക്സും ഓക്കെ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഷോപ്പ് ലക്ഷ്യമാക്കി പോവാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പോൾ ഒരു ഗോൾഡ് ഷോപ്പ് കാണിക്കും. അവിടെ ഒരു കപ്പിൾസ് ആണെങ്കിൽ റിങ്സ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ഗോട്ടനും ട്രങ്ക്സും അവരവിടേക്ക് വന്ന് ഒരുപാട് റിങ്സ് ഒക്കെ ചെക്ക് ചെയ്ത് ഇതൊന്നും തന്നെ ഇഷ്ടപ്പെടാതെ അവർ പുറത്തേക്ക് പറന്നു പോവാണ്. അവർ പറന്നു പോകുന്നത് കണ്ട് ആ കപ്പിൾസ് അവർ ഭയപ്പെടും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ചെക്കന്മാരാണെങ്കിൽ കാര്യം ഡിസ്കസ് ചെയ്യാണ്. ഇനി എന്ത് ഗിഫ്റ്റ് ആയിരിക്കും നമുക്ക് അവർക്ക് വാങ്ങിക്കൊടുക്കാനായിട്ട് കഴിയുക. അതിൽ ട്രങ്ക്സ് പറയും, എന്റെ അമ്മയ്ക്ക് ബ്യൂട്ടി പ്രൊഡക്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. ലേഡീസ് കൂടുതലും സ്കിന്നും ബ്യൂട്ടിയും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. സോ അങ്ങനെ എന്തെങ്കിലും സ്കിൻ കെയർ പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങിക്കൊടുത്താലും ചോദിക്കും. അതിന് ഗോട്ടൻ ഓക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും എക്സ്പെൻസീവായ കോസ്മെറ്റിക്സ് ഒക്കെ വിൽക്കുന്ന ഷോപ്പിലേക്ക് വരികയാണ്. അവരാണെങ്കിൽ അതിന്റെ പ്രൈസ് ഒക്കെ കണ്ട് ഷോക്കാവും. ആ സമയം ഒരു അപ്പാപ്പനാണെങ്കിൽ അവിടുത്തെ സെയിൽസ് ഗാർഡിനോട് ദേഷ്യപ്പെടും, ഇത്രയും റേറ്റ് ഉള്ള പ്രൊഡക്റ്റ് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞങ്ങളുടെ വീടിനടുത്തുള്ള ഹോട്ട് സ്പ്രിംഗിൽ പോയി കുളിക്കുകയാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ടാനൊക്കെ മാറി പളപളാന്ന് സ്കിന്നൊക്കെ മിന്നാനായിട്ട് തുടങ്ങുമെന്ന് പറയും. അത് കേട്ട് ട്രങ്ക്സ് ആണെങ്കിൽ ഓടി വന്ന് ആ അപ്പാപ്പനോട് ആ ഒരു ഹോട്ട് സ്പ്രിംഗ് അത് എവിടെയാണെന്ന് ചോദിക്കും. അപ്പാപ്പനാണെങ്കിൽ വണ്ടറടിച്ച് ഗോട്ടനെയും ട്രങ്ക്സിനെയും മാറി മാറി നോക്കും. അപ്പാപ്പനാണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, അവിടെ കുളിക്കാൻ മാത്രമല്ല അവിടുത്തെ വെള്ളവും വളരെ നല്ലതാണ്. അത് കുടിച്ചാലും നല്ല എനർജിയും സൗന്ദര്യവും ഉഷാറും ഒക്കെ തന്നെ കിട്ടുമെന്ന് പറയും. അതിനുശേഷം അദ്ദേഹമാണെങ്കിൽ ഇപ്പൊ വഴി പറഞ്ഞു കൊടുക്കുകയാണ്. നേരെ പോയി വളഞ്ഞു വന്ന് സ്ട്രെയിറ്റ് പോയി ലെഫ്റ്റ് പോയി മലയുടെ മുകളിലൂടെ എടുത്തു ചാടിയ അവിടെ എത്തും. അത് കേട്ട് നമ്മുടെ ആൾക്കാരും അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ആ ലൊക്കേഷനിലേക്ക് എത്തുകയാണ്. അവരാണെങ്കിൽ ഹോട്ട് സ്പ്രിംഗ് കാണും. അവിടെ ഒരുപാട് പേര് ഗ്രൂപ്പായിട്ട് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വെള്ളത്തിന്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ അവർക്കാണെങ്കിൽ അതിൽ ഇറങ്ങാനായിട്ട് കഴിയില്ല. നമുക്കിതിനടുത്ത് മറ്റേതെങ്കിലും വാട്ടർ സോഴ്സ് ഉണ്ടോ നോക്കാന്ന് പറഞ്ഞ് അവരന്വേഷിക്കും. അപ്പൊ അല്പദൂരം കാട്ടിലായിട്ട് ഒരു വലിയ തടാകം അത് അവർ കാണുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ വലിയൊരു ഭരണിയിൽ അവിടുത്തെ വെള്ളം അത് കളക്ട് ചെയ്യും. അപ്പൊ അതേസമയം ലോങ് ഷോട്ടിൽ വലിയൊരു പാമ്പ് അത് അവർക്ക് നേരെ ചീറ്റി അവരുടെ അടുത്തേക്ക് വരും. പാമ്പാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ തട്ടിത്തെറിപ്പിച്ച് അവരുടെ ഇടയിലൂടെ പോയി ഇപ്പോ ട്രങ്ക്സിനെ നോക്കി ചീറ്റുകയാണ്. ഉടനെ ട്രങ്ക്സ് ആണെങ്കിൽ ആ ഒരു വെള്ളം നിറച്ച ബാരല് അത് തന്നെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കും. പാമ്പാണെങ്കിൽ ഗോട്ടന് നേരെ തിരിയുന്നു മനസ്സിലാക്കി ഗോട്ടൻ ആണെങ്കിൽ അത് ട്രങ്ക്സിന്റെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കും. ട്രങ്ക്സ് ആണെങ്കിൽ ഗോട്ടനോട് പറക്കാനായിട്ട് പറയും. അതിനുശേഷം ആ ഒരു ബാരല് ഇപ്പോ അവന്റെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് നീ കയ്യിൽ വെക്കണം. കൂടുതൽ ഇവിടെ ഫൈറ്റ് ചെയ്ത അപ്പുറത്ത് ഹോട്ട് സ്പ്രിംഗിൽ കുളിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടായി മാറുമെന്ന് പറയും. അടുത്ത നിമിഷം വാല് വെച്ച് അതാണെങ്കിൽ ഇപ്പോ ഗോട്ടനെ ആഞ്ഞടിക്കുകയാണ്. ട്രങ്ക്സ് ആണെങ്കിൽ ആ പാമ്പിനെ വിരട്ടി ഓടിച്ചതിന് ശേഷം ഗോട്ടന്റെ അടുത്തേക്ക് വരും. ആ ബോട്ടില് അത് നിന്റെ കയ്യിലെ തന്നെ ഗോട്ടനാണെങ്കിൽ അത് എടുത്തു കാണിക്കും. അവർ രണ്ടുപേര് ഹാപ്പി ആയിട്ട് വിടലിനടുത്തേക്ക് വന്ന് ഇപ്പൊ വിടലിനോട് പറയും, നിങ്ങളുടെ മാരേജിനുള്ള ഞങ്ങളുടെ ഗിഫ്റ്റ് ആണത്. അവളാണെങ്കിൽ സന്തോഷത്തിൽ അത് മേടിക്കും. ഗോഹാനാണെങ്കിൽ അവിടേക്ക് വരും. ഗോട്ടനും ട്രങ്ക്സും ഹാപ്പി ആയിട്ട് അവരോട് സംസാരിക്കും. ഗോഹാനാണെങ്കിൽ അതെന്താണെന്ന് ചോദിക്കും. അതിന് ഗോട്ടനും ട്രങ്ക്സും പറയും, ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സ്പെഷ്യൽ ഫേസ് വാഷ് വാട്ടറാണത്. ആണെങ്കിൽ അത് യൂസ് ചെയ്ത് നോക്കും. അത് വെറും വെള്ളമാണെന്ന് അവൾക്ക് മനസ്സിലാവും. എങ്കിലും അവരുടെ സന്തോഷത്തിന് അവരോട് പറയും, വാവ്, ഇത് ശരിക്കും നന്നായിട്ടുണ്ട്, എന്റെ മുഖം ഇപ്പോൾ കുറെ സോഫ്റ്റ് ആയെന്ന് പറയും. അതിനുശേഷം ഗോട്ടനോടും ട്രങ്ക്സിനോടും അവരോട് രണ്ടുപേരോടും അവൾ താങ്ക്സ് പറയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഗോക്കു ആണെങ്കിൽ ഗോട്ടനോട് പറയും, വാവ്, നിങ്ങൾ ചെയ്തത് ശരിക്കും നല്ലൊരു കാര്യമാണ്. അവരുടെ പുതിയ വീട് അതെങ്ങനെയുണ്ട് ചോദിക്കും. അതിന് ഗോട്ടൻ പറയും, ഗോഹാന്റെ വീട് അത് വളരെ വലുതാണ്. സെയ്റ്റാനാണ് അവർക്ക് അത് വാങ്ങിക്കൊടുത്തത്. ഇവരത് പറയുന്ന അതേസമയം സെയ്റ്റാനാണെങ്കിൽ കാറിൽ വന്ന് അവിടെ ഇറങ്ങി ഇപ്പൊ ഒരു ബോക്സുമായിട്ട് ഗോക്കുവിന്റെ അടുത്തേക്ക് വരും. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഇവിടേക്ക് വന്നത്. ലാസ്റ്റ് ടൈം ഉണ്ടായ ഫൈറ്റില് ഈ ലോകത്തെ രക്ഷിക്കാൻ സാധിച്ചതിൽ എനിക്ക് വലിയൊരു പ്രൈസ് മണി അത് ലഭിക്കുകയുണ്ടായി. 100,000 സെനി. ഇത് ശരിക്കും ഞാനല്ല ഡിസർവ് ചെയ്യുന്നത്, മറിച്ച് നിങ്ങളാണ്. അതുകൊണ്ട് ഗോക്കു നീ ഇത് സ്വീകരിക്കണമെന്ന് പറയും. ഗോക്കു ആണെങ്കിൽ ഷോക്കാവും. അയ്യോ വേണ്ട വേണ്ട, എനിക്ക് ഇത്രയും പണമൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് തിരികെ കൊടുക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ സെയ്റ്റാനാണെങ്കിൽ അവനെ നിർബന്ധിക്കും. ഇത് ഡിസർവ് ചെയ്യുന്ന നീയാണ്, തീർച്ചയായിട്ടും നീ ഇത് വാങ്ങണം. എന്റെ കയ്യിൽ ആവശ്യത്തിലധികം പണം ഇപ്പൊ തന്നെ ഉണ്ട്. ഉടനെ ഗോട്ടനാണെങ്കിൽ ഗോക്കുവിനോട് പറയും, ആ പണം വാങ്ങുന്നതാണ് നമുക്ക് നല്ലത്. അങ്ങനെയാണെങ്കിൽ അമ്മ പപ്പയോട് കൂടുതലായിട്ട് ജോലിക്ക് പോകാനായിട്ട് പറയില്ല.
അങ്ങേക്ക് ഇഷ്ടമുള്ള പോലെ ട്രെയിനിങ് എടുക്കാനും നമ്മുടെ ആവശ്യങ്ങൾക്കും അത് ഉപകരിക്കും. അത് കേട്ട് ഗോകുവിന്റെ മനസ്സ് മാറി അവൻ ആ പണം സ്വീകരിക്കുകയാണ്. അവൻ ആ പണമായി വീട്ടിലേക്ക് വരും. അത് കണ്ട് ചീച്ചിയാണെങ്കിൽ ഷോക്കാവും, അവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഗോകു ആണെങ്കിൽ ഇപ്പോൾ അവളോട് നൈസായിട്ട് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഞാൻ ട്രെയിനിങ് എടുക്കാനായിട്ട് സുപ്രീം കാരുടെ അടുത്തേക്ക് പോയിക്കോട്ടെ. അതിന് അവളാണെങ്കിൽ മനസ്സില്ലാ മനസ്സോട് കൂടെ ഗോകുവിനെ അനുവദിക്കുകയാണ്. ഗോകു അവിടുന്ന് പോകേണ്ട താമസം നമ്മുടെ അപ്പാപ്പൻ റോഷിയാണെങ്കിൽ ഓടി വരും. ഗോകു, നിനക്ക് ഒരുപാട് പണം ലഭിച്ചു എന്ന് കേട്ടു, അതിൽ കുറച്ച് പണം എനിക്ക് അടിച്ചു പൊളിക്കാൻ തരണം. ഇച്ചിക്കാണെങ്കിൽ അത് കേൾക്കേണ്ട താമസം ഒരുപാട് ദേഷ്യം വന്ന് അപ്പാപ്പനെ ചവിട്ടി പുറത്താക്കുകയാണ്. കട്ട് ചെയ്ത ഇപ്പോ സുപ്രീം കായസിനെ കാണിക്കും. അവരാണെങ്കിൽ ഓരോ ഗ്രഹങ്ങൾ തകർന്നു പോകുന്നത് അത് മനസ്സിലാക്കി ഷോക്കായി നിൽക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.